കൃപാസനം പത്രം ജൂലൈ 2025 പാർട്ട് 2. ശ്രീ ആർ വിജയകുമാറിൻ്റെ സന്ദേശം. നിങ്ങൾ വചനം പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്ന് ആത്മാവിനെ ശക്തിപ്പെടുത്തുക. നമുക്ക് സങ്കടം വരുമ്പോൾ വിശ്വാസം കുറയുകയാണ് ചെയ്യുന്നത്. ഉടമ്പടിയിൽ വരുമ്പോൾ വാഗ്ദാനങ്ങളൊക്കെ നിറവേറുന്നത് കാണാം. ഹെബ്രായർ 6:15. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. കാത്തിരുന്നതുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ നിറവേറിയത്. ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ കൂടെ ദൈവം ഉണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ലൂക്ക 57 തൊട്ട് 62 വരെ 3 പേരെയാണ് ദൈവം വിളിക്കുന്നത്. ആദ്യത്തെ ആളെ വിളിക്കുമ്പോൾ ഈശോ പറയുന്നത്, എൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവുമില്ല. പക്ഷികൾക്കുണ്ട്, കുറുക്കന് പോലും താമസിക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷെ എനിക്കില്ല. അപ്പോൾ അവൻ വരില്ല. എന്തെങ്കിലും ചെറിയൊരു സഹനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കും. സഹനം വഴിയാണ് ദൈവാനുഭവം നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്, ഉപവാസം എന്നുവെച്ചാൽ എന്താണ്? ഈ ലോകത്തിനെ തോൽപ്പിക്കുക എന്നുവെച്ചാൽ ശരീരത്തിനെ തോൽപ്പിക്കുക, ആത്മാവിനെ വിജയിപ്പിക്കുക. ഉപവസിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ശരീരത്തിന് ക്ഷീണം കൊടുത്തിട്ട് ആത്മാവിനെ ശക്തിപ്പെടുത്തണം, പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് നഷ്ടപ്പെടുന്നതിന് 1-ാം സ്ഥാനം കൊടുക്കുക. യാക്കോബ് 4-ാം 1-4 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് പ്രലോഭനമുണ്ടാകാൻ കാരണം നമ്മുടെ ദുരാശയാണ്. യോഹന്നാൻ 15:10. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എന്നുവെച്ചാൽ കൽപ്പന പാലിക്കുമ്പോൾ ഈശോ പറഞ്ഞ വചനം പാലിക്കാൻ ശ്രമിക്കണം. 1 കൊറിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ്. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ അത് നിർഭാഗ്യമാണ്. ഈശോ എപ്പോഴും വചനം പാലിക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? നിയമാവർത്തനം 11:8. വചനം നീ പാലിക്കുമ്പോൾ നീ ശക്തി പ്രാപിക്കും. എൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിരുന്നു. 1200 രൂപ ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ. സമയം കിട്ടുമ്പോഴെല്ലാം മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്കൊരു ബിസിനസ് വേണം അമ്മേ എന്ന് പ്രാർത്ഥിക്കും. കുറെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് എനിക്ക് കോടികളുടെ ബിസിനസ് തന്നു. അപ്പോൾ ഗവൺമെൻറ് ടെൻഡർ വയ്ക്കണമായിരുന്നു. ടെൻഡർ വയ്ക്കുന്നതിന് മുമ്പ് മാതാവിൻ്റെ മുമ്പിൽ പോയി തിരി കത്തിക്കുമായിരുന്നു. ലക്ഷങ്ങളുടെ ബിസിനസ് ആയപ്പോൾ മാതാവിൻ്റെ അടുത്ത് പോകുന്നത് താമസിച്ചു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ തലേ ദിവസം മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞതിനാൽ ഒരു മെഴുകുതിരി പോലും കത്തിയിരിപ്പില്ല. എൻ്റെ കയ്യിൽ തീപ്പെട്ടിയുമില്ല. എനിക്ക് മെഴുകുതിരി കത്തിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ എന്നെ റിജക്റ്റ് ചെയ്തെന്ന്. ഈ ലോകത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ റിജക്ഷൻ നമുക്ക് അനുഭവപ്പെടും. പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. നമ്മൾ ഈശോയോട് എല്ലാ അവസ്ഥകളിലും ചേർന്ന് നിൽക്കണം. ജെറമിയ 29:11. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി.